ഹലോ ഓൾ, PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട 20 ചോദ്യങ്ങളാണ് നോക്കുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി PSC ടേണിംഗ് പോയിൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. സിക്കിം സംസ്ഥാനത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ എ ആണ് രംഗ്പോ. രംഗ്പോയാണ് സിക്കിം സംസ്ഥാനത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ. സിക്കിം സംസ്ഥാനത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് രംഗ്പോയിലാണ്. അപ്പോൾ രംഗ്പോയിലാണ് സിക്കിം സംസ്ഥാനത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് എന്ന പുസ്തകം ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് TN ശേഷൻ. TN ശേഷൻ്റെ ആത്മകഥയാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്. ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് എന്നത് TN ശേഷൻ്റെ ആത്മകഥയാണ്. അപ്പോൾ TN ശേഷൻ്റെ ആത്മകഥയാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് എന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2023 സാഹിത്യ നോബലിന് അർഹനായത് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ് ജോൺ ഫോസ്. ജോൺ ഫോസ് ആണ് 2023 സാഹിത്യ നോബലിന് അർഹനായത്. 2023 സാഹിത്യ നോബലിന് അർഹനായത് ജോൺ ഫോസ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സ്ത്രീകളോടും പെൺകുട്ടികളോടുമുള്ള ഓൺലൈൻ അടിസ്ഥാനമാക്കിയുള്ള ഉപദ്രവങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കേരള പോലീസിൻ്റെ ദ്രുത പ്രതികരണ സംവിധാനം. ഉത്തരം ഓപ്ഷൻ എ ആണ് അപരാജിത ഓൺലൈൻ. അപരാജിത ഓൺലൈൻ എന്നതാണ് സ്ത്രീകളോടും പെൺകുട്ടികളോടും ഉള്ള ഓൺലൈൻ അടിസ്ഥാനമാക്കിയുള്ള ഉപദ്രവങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കേരള പോലീസിൻ്റെ ദ്രുത പ്രതികരണ സംവിധാനം. സ്ത്രീകളോടും പെൺകുട്ടികളോടുമുള്ള ഓൺലൈൻ അടിസ്ഥാനമാക്കിയുള്ള ഉപദ്രവങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കേരള പോലീസിൻ്റെ ദ്രുത പ്രതികരണ സംവിധാനമാണ് അപരാജിത ഓൺലൈൻ. അപ്പോൾ അപരാജിത ഓൺലൈൻ എന്നത് കേരള പോലീസിൻ്റെ ദ്രുത പ്രതികരണ സംവിധാനമാണ്. സ്ത്രീകളോടും പെൺകുട്ടികളോടുമുള്ള ഓൺലൈൻ അടിസ്ഥാനമാക്കിയുള്ള ഉപദ്രവങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കേരള പോലീസിൻ്റെ ദ്രുത പ്രതികരണ സംവിധാനമാണ് അപരാജിത ഓൺലൈൻ. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2023 ICC ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട താരം. ഉത്തരം ഓപ്ഷൻ ബി ആണ് വിരാട് കോഹ്ലി. 2023 ICC ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട താരം വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലിയെയാണ് 2023 ICC ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 ICC ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിരാട് കോഹ്ലിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള 2024 ധർമ്മ ഗാർഡിയൻ സൈനിക അഭ്യാസത്തിന് വേദിയായ സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി ആണ് രാജസ്ഥാൻ. അപ്പോൾ രാജസ്ഥാൻ ആയിരുന്നു ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള 2024 ധർമ്മ ഗാർഡിയൻ സൈനിക അഭ്യാസത്തിന് വേദിയായ സംസ്ഥാനം. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള 2024 ധർമ്മ ഗാർഡിയൻ സൈനിക അഭ്യാസത്തിന് വേദിയായത് രാജസ്ഥാനായിരുന്നു. രാജസ്ഥാനായിരുന്നു ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള 2024 ധർമ്മ ഗാർഡിയൻ സൈനിക അഭ്യാസത്തിന് വേദിയായ സംസ്ഥാനം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലോക്പാലിൻ്റെ ചെയർപേഴ്സണായി നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജി. ഉത്തരം ഓപ്ഷൻ സി ആണ് അജയ് മണിക് റാവു ഖാൻവിൽക്കർ. അജയ് മണിക് റാവു ഖാൻവിൽക്കർ ആണ് ലോക്പാലിൻ്റെ ചെയർപേഴ്സണായി നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജി. ലോക്പാലിൻ്റെ ചെയർപേഴ്സണായി നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് അജയ് മണിക് റാവു ഖാൻവിൽക്കർ. അജയ് മണിക് റാവു ഖാൻവിൽക്കർ ആണ് ലോക്പാലിൻ്റെ ചെയർപേഴ്സണായി നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ടി പത്മനാഭൻ. ടി പത്മനാഭനാണ് കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന
2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം. 38ാമത്തെ ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് ഉത്തരാഖണ്ഡാണ്. അടുത്ത ചോദ്യം നോക്കാം. 2024 അസർബൈജാനിൽ നടക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ എത്രാമത്തെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 29. 2024 അസർബൈജാനിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ 29ാമത്തെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനമാണ്. അപ്പോൾ 29ാമത്തെ ഐക്യരാഷ്ട്ര സംഘടനയുടെ 29ാമത്തെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനമാണ് 2024 അസർബൈജാനിൽ നടക്കുന്നത്. 2024 അസർബൈജാനിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ 29ാമത്തെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനമാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ 6ാമത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഉത്തരം ഓപ്ഷൻ എ ആണ് എസ് എം വിജയാനന്ദ്. കേരളത്തിലെ 6ാമത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എസ് എം വിജയാനന്ദാണ്. എസ് എം വിജയാനന്ദാണ് കേരളത്തിലെ 6ാമത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലക്ഷദ്വീപിലെ ഏതു ദ്വീപിലാണ് സൈനിക ആവശ്യങ്ങൾക്കും സിവിലിയൻ ആവശ്യങ്ങൾക്കുമായി പുതിയ വിമാനത്താവളം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ആണ് മിനിക്കോയ് ദ്വീപ്. ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിലാണ് സൈനിക ആവശ്യങ്ങൾക്കും സിവിലിയൻ ആവശ്യങ്ങൾക്കുമായി പുതിയ വിമാനത്താവളം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിലാണ് സൈനിക ആവശ്യങ്ങൾക്കും സിവിലിയൻ ആവശ്യങ്ങൾക്കുമായി പുതിയ വിമാനത്താവളം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. ഓപ്പറേഷൻ സുതാര്യത. ഓപ്പറേഷൻ സുതാര്യത എന്നത് ഇ ഡിസ്ട്രിക്ട് പോർട്ടൽ ഉപയോഗിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ്. ഇ ഡിസ്ട്രിക്ട് പോർട്ടൽ ഉപയോഗിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത. അടുത്ത ചോദ്യം നോക്കാം. 2024 നടന്ന സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് നൽകിയ പേര്? ഉത്തരം ഓപ്ഷൻ എ ആണ് വർണ്ണപ്പകിട്ട് 2024. വർണ്ണപ്പകിട്ട് 2024 എന്നാണ് 2024 നടന്ന സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് നൽകിയ പേര്. 2024 നടന്ന സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് നൽകിയ പേരാണ് വർണ്ണപ്പകിട്ട് 2024. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ എ ആണ് ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത് ഹൈദരാബാദിലാണ്. അപ്പോൾ ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2024 എത്ര കുട്ടികൾക്കാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 19. 2024 19 കുട്ടികൾക്കാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം ലഭിച്ചത്. 2024 19 കുട്ടികൾക്കാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം.
പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ് 2023 സെപ്റ്റംബർ 19. 2023 സെപ്റ്റംബർ 19 പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നത്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യത്തെ സമ്മേളനം 2023 സെപ്റ്റംബർ 19 നടന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2022-2023 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭിച്ച സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ സി ആണ് കേരളം. 2022-2023 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭിച്ചത് കേരളത്തിനാണ്. അപ്പോൾ കേരളത്തിനാണ് 2022-2023 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. കേരള സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കിയ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗ്യചിഹ്നം? ഉത്തരം ഓപ്ഷൻ സി ആണ് ചില്ലു എന്ന അണ്ണാൻ. കേരള സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കിയ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗ്യചിഹ്നം ചില്ലു എന്ന അണ്ണാനാണ്. അപ്പോൾ ചില്ലു എന്ന അണ്ണാനാണ് കേരള സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കിയ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗ്യചിഹ്നം. അപ്പോൾ കേരള സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ പദ്ധതിയാണ് ഞങ്ങളും കൃഷിയിലേക്ക്. ആ പദ്ധതിയുടെ ഭാഗ്യചിഹ്നം ചില്ലു എന്ന അണ്ണാനാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.